ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 196 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ശലോമോന്റെ മകൻ 41 വയസ്സിൽ ഭരണം തുടങ്ങി, അല്ലെങ്കിൽ വാഴ്ച തുടങ്ങി. 1 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായത്തിൻ്റെ 21 വാക്യം. അവൻ്റെ അമ്മ ഒരു അമോന്യ സ്ത്രീ ആയിരുന്നു, പേര് നയമ. 10ാം തലമുറ പോലും യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ലാത്ത പല പട്ടികയിൽ പെട്ടതാണ് അമോന്യർ. എന്നാൽ പണ്ഡിതനും ലോകജ്ഞാനിയായ ശലോമോൻ പ്രമാണം വിട്ടിട്ട് അന്യ ജാതിയിൽ നിന്നും അവൻ ഭാര്യമാരെ എടുത്ത കൂട്ടത്തിൽ പെട്ടതാണ് ഈ രഹബയാം എന്ന മകൻ. ആവർത്തന പുസ്തകം 23 അധ്യായത്തിന്റെ 3 വാക്യത്തില് ആരൊക്കെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന് വ്യക്തമായി എഴുതിയെങ്കിലും പക്ഷേ ദൈവവചനത്തിന് ഇവൻ വില കൊടുത്തില്ല. അനവധി ആളുകളുടെ പരാജയം ദൈവവചനത്തിന്, പ്രമാണത്തിനോ വില കൊടുക്കാതെ മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കുന്നവർ പരാജയപ്പെടുകയുള്ളൂ എന്ന് കാര്യം കൂടെ ഓർത്തുകൊള്ളുക. ഇവൻ നല്ല പ്രായത്തിൽ രാജാവായി. ഇവൻ ഒരുപാട് കാര്യം ചെയ്യാം, അതിനുള്ള അധികാരമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അവൻ്റെ അധികാരങ്ങളും സ്വാതന്ത്ര്യങ്ങളും ദുർവിനിയോഗപ്പെടുത്താൻ തുടങ്ങി. 1 രാജാക്കന്മാരുടെ പുസ്തകം 14 അധ്യായം 23 വാക്യം. അവൻ അവിടെ ഉയർന്ന മലയുടെ മുകളിൽ മുഴുവൻ പൂജാഗിരികൾ ഉണ്ടാക്കി. ഇന്ന് കാണുന്ന ഈ മലയുടെ മുകളിൽ കാണുന്നതായ പൂജാഗിരികളും എല്ലാം പുറത്തുനിന്ന് വന്നതല്ല. നമ്മുടെ രാജാക്കന്മാരും, അല്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ യഹൂദന്മാരൊക്കെ ഉണ്ടാക്കി വെച്ച കാര്യമാണ്. അവിടെ തുടങ്ങി ഇപ്പോഴും മലയുടെ മണ്ടയ്ക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നു. നീക്കിക്കളഞ്ഞതിനെയൊക്കെ ഇവൻ ശേഖരിച്ചുകൊണ്ട് വന്നു. അശേരയുടെ പ്രതിഷ്ഠ, ബാലിന്റെ പ്രതിഷ്ഠ, ഇതൊക്കെ പണ്ട് ഇസ്രായേലിൽ നിന്ന് മാറ്റിക്കളഞ്ഞതാണ്. ഇതെല്ലാം അവൻ കൂട്ടിക്കൊണ്ടുവന്നു. നാം ഒന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തെ തള്ളിക്കളഞ്ഞ് ഈ മ്ലേച്ഛതയുടെ പിന്നാലെ പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം, മ്ലേച്ഛ ദൈവങ്ങൾക്ക് പാപം ചെയ്യുന്നത് അവർക്ക് സന്തോഷമാണ്, മനുഷ്യനും സന്തോഷമാണ്. പാപം ചെയ്യും തോറും മ്ലേച്ഛ ദൈവങ്ങൾ ഇവരെ സാമ്പത്തികമായിട്ടും പല നിലയിലുമൊക്കെ അനുഗ്രഹിക്കും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇവർക്ക് പ്രോത്സാഹനം കൂടെ കൊടുക്കും. ദൈവത്തെ സേവിക്കുന്നവർക്ക് പ്രമാണമുണ്ട്. പ്രമാണം വിട്ടുകളഞ്ഞാൽ ജീവനുള്ള ദൈവം ശിക്ഷിക്കുമെന്ന് അവർക്കറിയാം. എന്നാൽ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ആ ദൈവങ്ങൾ ശിക്ഷിക്കുകയില്ലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പാപത്തിലേക്കും മ്ലേച്ഛതയിലേക്കും പോയത്. ഇങ്ങനെയുള്ളതിനെ സേവിച്ചാൽ മനസാക്ഷി ഇല്ലാതാകും. പാപത്തിൽ രസിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടും. ഇന്ന് ലോകമെന്ന് പറയുന്ന ഇതല്ലേ, പാപത്തിൽ അങ്ങ് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്യദൈവത്തിൻ്റെ ഇവർ പോയപ്പോൾ ദൈവം ഇവരെ കൈവിട്ടു. ദൈവം ഇവരുടെ സമ്പത്തിനെ തൊട്ടു.
ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തെ അറിഞ്ഞിട്ട് അറിയാതെ പോകിയാൽ ദൈവം ചെയ്യുന്ന കാര്യം ആദ്യമേ സമ്പത്തിനെ തൊട്ടു. ഇവരുടെ സമ്പത്തിനെ തൊട്ടു. മിസ്രൈം രാജാവായ ശീശക്ക് അവൻ യെരൂശലേമിന്റെ നേരെ വന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-26 വാക്യം. രാജധാനിയിലെ ഉള്ളതെല്ലാം കവർ ചെയ്തു പോയി. അവരെ ഭണ്ഡാരത്തുള്ള സകലതും അവൻ കൊണ്ടുപോയി. ഇതാണ് ദൈവം കൈവിട്ടാൽ ഉണ്ടാകുന്ന കുഴപ്പം. സമ്പത്തിനെ തൊടും. ശലോമോൻ ദൈവാലയത്തിൽ കൊണ്ടുവന്ന സ്വർണ്ണ സാധനങ്ങളെല്ലാം അവന്റെ പേരിനും പെരുമയ്ക്ക് വേണ്ടി പരിച പൊന്നുകൊണ്ടുണ്ടാക്കി പൊൻപരിചയും എടുത്തുകൊണ്ടുപോയി. ദൈവഹിതമല്ലാതെ എന്തുണ്ടാക്കിയാലും അത് കൈവിട്ടു പോകും. നാം ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവഹിതമുണ്ടോ ഇല്ലയോ എന്ന് 1-2 പ്രാവശ്യം ചിന്തിച്ചിട്ട് നാം ഇറങ്ങി തിരിക്കാവൂ. 2 രാജ്യങ്ങൾ തിരിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് യഹൂദ രാജ്യമെന്നും ഒന്ന് ഇസ്രായേൽ രാജ്യമെന്നും. ഇവർ തമ്മിൽ യുദ്ധം തുടങ്ങി. ഇവർ രണ്ടുപേരും ദൈവത്തിന് ജനമാണ്. 2 കൂട്ടരും യഹൂദന്മാരാണ്. ഇവര് തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. പക്ഷെ ഇവരുടെ മരണപര്യന്തം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്താലുള്ള കുഴപ്പം ആൾനാശം, ഭൗതിക നന്മ നഷ്ടം, ജനങ്ങൾ അസ്വസ്ഥരായി മാറും. ഒരു കാര്യം നാം ചിന്തിക്കണം. ആത്മീയരായിരിക്കുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോരാട്ടങ്ങൾ പാടില്ല, യുദ്ധങ്ങൾ പാടില്ല. യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പും വില്ലെടുത്ത യുദ്ധമല്ല. ആത്മീയർ ഇന്നത്തെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം. ഇതൊരു ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ആ നിലയിൽ മാത്രമേ പറഞ്ഞു വിടുന്നുള്ളൂ. ഒറ്റ വാക്കി പറഞ്ഞാൽ, പെന്തക്കോസ് സഭ മറ്റുള്ള പെന്തക്കോസ് സഭയെ ഉപദ്രവിക്കരുത്. നമ്മൾ കഴിവിൻ്റെ പരമാവധി ഹെൽപ്പ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീയ യുദ്ധത്തിന് പോകരുത് എന്നൊരു ആത്മീയ സന്ദേശം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ പറയും. അപ്പനായിരിക്കുന്ന ശലോമോൻ വഴിവിട്ടുപോയതിനാൽ തൻ്റെ മകനും അതേ വഴിവിട്ടുപോയി. ഒരു കാര്യം ഓർക്കണം, പിതാക്കന്മാരെ മാതൃകയില്ലാതെ ജീവിച്ചാൽ നിങ്ങളുടെ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. 41-ാമത്തെ വയസ്സ് രാജാവായി 17 വർഷമേ അവന് ഭരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. 58 വയസ്സ് വരെയും ജീവിച്ചുള്ളൂ. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം വാക്യം. ഒരു 60 വയസ്സ് കഴിയുമ്പോഴാണ് ഒരുപാട് ജ്ഞാനവും പരിചയവും ഒത്തിരി പരിചയ സമ്പത്തുണ്ടാകുന്നത്. പക്ഷെ അതിനു മുമ്പേ ദൈവം തമ്പുരാൻ ഇവനെ ഭൂമുഖത്തു നിന്നും മാറ്റി. എൻ്റെ ക്ലാസ് തൽക്കാലം ഞാനിവിടെ സമാപനം കുറിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ അന്ധകാര ശക്തിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനകളോടായിരിക്കണം. നമ്മുടെ വേണ്ടപ്പെട്ടവരോടോ നമ്മുടെ ആത്മീയ സ്നേഹിതന്മാരോടോ ആകരുതേ എന്ന് ഓർപ്പിച്ചു കൊള്ളുന്നു. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഒരുങ്ങുക, ഒരാത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.